കമൽഹാസൻ നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് തഗ് ലൈഫ്. 37 വർഷങ്ങൾക്ക് ശേഷം കമൽഹാസനും മണിരത്നവും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. US സർട്ടിഫിക്കറ്റ് ലഭിച്ച ചിത്രം ജൂൺ 5-നാണ് റിലീസ് ചെയ്യുക. 165 മിനിറ്റാണ് ചിത്രത്തിന്റെ ആകെ ദൈർഘ്യമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. സിലംബരശൻ, ജോജോ ജോർജ്, തൃഷ, അഭിരാമി, ഐശ്വര്യലക്ഷ്മി, നാസർ, അശോക് സെൽവൻ, അലി ഫസൽ, പങ്കജ് ത്രിപാഠി, ജിഷു സെൻഗുപ്ത, സാനിയ മൽഹോത്ര, രോഹിത് ഷറഫ്, വയ്യാപുരി തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ചിത്രത്തിന്റേതായി പുറത്തു വന്നിരുന്ന ഓരോ വാർത്തകളും ഏറെ ആകാംക്ഷയോടെയാണ് ആരാധകർ ഏറ്റെടുത്തിരുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സംബന്ധിച്ച വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം നെറ്റ്ഫ്ലിക്സ് ആണ് സ്ട്രീമിംഗ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. രാജ്കമൽ ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച് തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ അമരന്റെ വിജയകരമായ കേരള വിതരണ പങ്കാളിത്തത്തിനു ശേഷം ഗോകുലം മൂവീസ് ആണ് തഗ് ലൈഫ് കേരളത്തിലെത്തിക്കുന്നത്. ഡ്രീം ബിഗ് ഫിലിംസ് ആണ് തഗ് ലൈഫിന്റെ കേരള ഡിസ്ട്രിബ്യൂഷൻ പാർട്ണർ. തഗ് ലൈഫിന്റെ കേരള പ്രൊമോഷന്റെ ഭാഗമായി ചിത്രത്തിലെ താരങ്ങളും അണിയറ പ്രവർത്തകരും പ്രീ റിലീസ് ഇവന്റുകളിൽ പങ്കെടുക്കുന്നുണ്ട്. AR റഹ്മാൻ ടീമിന്റെ ലൈവ് പെർഫോമൻസോട് കൂടിയ തഗ് ലൈഫ് ഓഡിയോ ലോഞ്ച് ചെന്നൈയിലെ സായിറം കോളേജിൽ മെയ് 24 നടക്കും. മണിരത്നത്തിനൊപ്പം പതിവ് സഹപ്രവർത്തകരായ സംഗീത സംവിധായകൻ AR റഹ്മാനും എഡിറ്റർ ശ്രീകർ പ്രസാദും ഈ ചിത്രത്തിലും ഒരുമിക്കുന്നുണ്ട്. നേരത്തെ മണിരത്നത്തിന്റെ കണ്ണത്തിൽ മുത്തമിട്ടൽ, ആയുധ എഴുത്ത് എന്നീ ചിത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഛായാഗ്രഹകൻ രവി K ചന്ദ്രനാണ് തഗ് ലൈഫിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. വിക്രമിനു വേണ്ടി കമലുമായി സഹകരിച്ച അൻപരവ് മാസ്റ്റേഴ്സാണ് ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.